എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള ഡിപ്ലോമ ഇൻ ഫാർമസി, ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ, ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി, അതുപോലെ തന്നെ ന്യൂറോളജി കോഴ്സുകൾ, അതുപോലെ തന്നെ ഓഫ്താൽമിക് അസിസ്റ്റൻറ്റ്, ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം, അതായത് ട്രയൽ അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരം 5 മണി വരെ ആയിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ വിദ്യാർത്ഥികൾ ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ നൽകിയുള്ള ഓപ്ഷനുകൾ പരിഗണിച്ചുകൊണ്ടാണ് 1, 2, 3 അലോട്ട്മെൻറ്റുകൾ കൂടി പ്രസിദ്ധീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ താല്പര്യമുള്ള ഓപ്ഷനുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രയോറിറ്റിയിൽ, അതായത് പ്രയോറിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും അഡ്മിഷൻ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സ് ഏതാണോ അതിന് മുൻഗണന നൽകിക്കൊണ്ട്, അതുപോലെ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്ന കോളേജ് ഏതാണോ അതിനനുസരിച്ച് മുൻഗണന നൽകിക്കൊണ്ട് നിങ്ങൾ ഓപ്ഷൻ നൽകുന്നതിനെയാണ് പ്രയോറിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് മുൻഗണന എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള കോളേജുകളും കോഴ്സുകളും ആയിരിക്കണം മുൻഗണനാക്രമത്തിൽ നിങ്ങൾ ആദ്യം നൽകേണ്ടത്. അതുപോലെ തന്നെ താല്പര്യമില്ലാത്ത കോഴ്സോ കോളേജുകളോ നിങ്ങൾ നൽകേണ്ടതില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജും കോഴ്സുകളും മാത്രം നൽകുക. നിങ്ങൾ ഇപ്പോൾ നൽകുന്ന ഓപ്ഷൻ പരിഗണിച്ചുകൊണ്ടാണ് ആദ്യത്തെ 3 അലോട്ട്മെൻറ്റുകൾ പ്രസിദ്ധീകരിക്കപ്പെടുക. ഇതിനിടയിലായിട്ട് പുതുതായിട്ട് കോളേജുകളോ കോഴ്സുകളോ ആഡ് ചെയ്യാനുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷമോ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമോ ലഭ്യമല്ല. എന്നാൽ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം ലഭ്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജും കോഴ്സുകളും ഓപ്ഷൻസായിട്ട് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതുവരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യാം. ട്രയൽ അലോട്ട്മെൻറ്റ് നാളെയാണ് പ്രസിദ്ധീകരിക്കുക. ട്രയൽ അലോട്ട്മെൻറ്റ്, അതായത് നവംബർ 28-ാം തീയതിയാണ് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത്. നവംബർ 28-ാം തീയതി ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന ശേഷം നവംബർ 30-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യാനും, ഓപ്ഷൻ ഏതെങ്കിലും വേണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാനും, അതുപോലെ പുതിയ ഓപ്ഷൻസ് ഏതെങ്കിലും കോളേജോ കോഴ്സുകളോ വേണമെങ്കിൽ ആഡ് ചെയ്തു കൊടുക്കാനും, അതുപോലെ ഇതുവരെ ഓപ്ഷനുകളൊന്നും നൽകാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾക്ക്, അല്ലെങ്കിൽ നൽകാൻ മറന്നു പോയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകൾ നൽകാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ ഓപ്ഷനുകൾ നൽകാൻ വിട്ടുപോയിട്ടുണ്ട് എന്ന് കരുതി വിദ്യാർത്ഥികൾ പേടിക്കേണ്ടതില്ല. നിങ്ങൾക്ക് നാളെ മുതൽ, അതായത് നവംബർ 28-ാം തീയതി മുതൽ നവംബർ 30-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകൾ നൽകാനുള്ള സൗകര്യം വെബ്സൈറ്റിൽ ലഭ്യമാകും. അപ്പോൾ ഇന്ന് ഓപ്ഷനുകൾ നൽകാൻ വിട്ടുപോയിട്ടുണ്ട് എന്ന് കരുതി നിങ്ങൾ പ്രത്യേകിച്ച് പേടിക്കേണ്ടതില്ല. അതുപോലെ നൽകിയിട്ടുള്ള കോളേജുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാനും, ഏതെങ്കിലും ഇഷ്ടപ്പെട്ട കോളേജോ കോഴ്സുകളോ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാനുമുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് നാളെ മുതൽ നവംബർ 30-ാം തീയതി വരെ ലഭ്യമാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ ഓപ്ഷൻ നൽകാൻ വിട്ടുപോയിട്ടുള്ള വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് പേടിക്കേണ്ടതില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ് ട്രയൽ അലോട്ട്മെൻറ്റ് എന്നുള്ളതാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ഏത് കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നതിനും, അതുപോലെ തന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അതായത് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കൃത്യമായിട്ട് നടത്താൻ പറ്റുന്നുണ്ടോ, അതായത് ഈ ഒരു സോഫ്റ്റ്വെയർ വെച്ച് കൃത്യമായിട്ട് നടത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കുന്നതിനും, അതുപോലെ നിങ്ങൾക്ക് ഏത് കോളേജിലാണ് കിട്ടാൻ സാധ്യത എന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സാധ്യത മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത്. ട്രയൽ അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് കരുതി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടണം എന്നുള്ളത് പ്രത്യേകിച്ച് നിർബന്ധമല്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കുള്ള പ്രധാനപ്പെട്ട സംശയമായിരിക്കും, ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടാൻ പറ്റുമോ എന്നുള്ളത്. ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ജസ്റ്റ് ഒരു അലോട്ട്മെൻറ്റ്, സാമ്പിളായിട്ട് നടത്തുന്ന ഒരു അലോട്ട്മെൻ്റ് ആണ്. അത് നിങ്ങൾക്ക് എവിടെയാണ് കിട്ടാൻ സാധ്യത എന്നുള്ളതും, അതുപോലെ ഈ ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം കൃത്യമായിട്ട് അലോട്ട്മെൻറ്റിൻ്റെ പ്രോസസ്സ് കൃത്യമായിട്ട് നടത്തുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അലോട്ട്മെൻറ്റോ അല്ലെങ്കിൽ അഡ്മിഷനോ ലഭ്യമാകുന്നത് അല്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജോ കോഴ്സുകളോ നിങ്ങൾക്ക് അതിൽ
ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയ ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജോ കോഴ്സുകളോ വേണ്ട അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജുകൾ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാനും വേണ്ടാത്തത് റിമൂവ് ചെയ്യാനും അതുപോലെ നിങ്ങൾ നൽകിയിട്ടുള്ള കോഴ്സിൻ്റെ സ്ഥാനം അല്ലെങ്കിൽ കോളേജിൻ്റെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നിങ്ങൾക്ക് ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ആദ്യം കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഓഫ്താൽമിക് അസിസ്റ്റൻറ്റ് കോഴ്സാണെന്ന് കരുതുക. നിങ്ങൾ ഏറ്റവും അവസാനം ഡി ഫാമാണ് കൊടുത്തതെന്ന് കരുതുക. നിങ്ങൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന ശേഷം ഡി ഫാമിനെ ഫസ്റ്റ് കൊടുക്കണം എന്ന് തോന്നുകയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു ഓപ്ഷൻ നമ്പർ 1, 2, 3 ഈ ഒരു രീതിയിൽ ഡി ഫാം കോഴ്സ് സെറ്റ് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒന്നാമത്തെ ഓപ്ഷനുകളായിട്ട് സെറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ നിങ്ങൾക്ക് പുതുതായിട്ട് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ താല്പര്യമില്ലാത്ത കോളേജ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനും അതുപോലെ നിങ്ങൾ നൽകിയിട്ടുള്ള കോളേജ് കോഴ്സിൻ്റെ ക്രമം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഓപ്ഷൻസിൻ്റെ സ്ഥാനം റീഅറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് നാളെ മുതൽ നവംബർ 30-ാം തീയതി വരെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഫീ പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ടതില്ല. ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് പുതുതായിട്ട് ഏതെങ്കിലും കോളേജ് ആഡ് ചെയ്യണമെങ്കിലോ വന്നിട്ടുള്ള കോളേജ് ഏതെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് മാറ്റണം എന്നുണ്ടെങ്കിലോ അതുപോലെ ഓപ്ഷൻ്റെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിലോ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇതുവരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകുന്നതിനും സൗകര്യം ലഭ്യമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നവംബർ 30-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് ഇതിനുള്ള അതായത് ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനും പുതുതായിട്ട് ഓപ്ഷൻ ആഡ് ചെയ്യാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ ആഡ് ചെയ്യാനും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അപ്പോൾ ഓപ്ഷൻ ആഡ് ചെയ്യാനും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ പുതിയ ഓപ്ഷൻ ആഡ് ചെയ്ത് കൊടുക്കാനും അതായത് ഇതുവരെ ഓപ്ഷൻ നൽകിയവർക്കും അതുപോലെ ഇതുവരെ ഓപ്ഷൻ നൽകാത്ത വിദ്യാർത്ഥികൾക്കും പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. അപ്പോൾ നവംബർ 30-ാം തീയതി വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് ഇതിനുള്ള അവസരം നാളെ മുതൽ ലഭ്യമാകുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഏത് കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള ജസ്റ്റ് ഒരു ഏകദേശം ഒരു ധാരണയും നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും കിട്ടണമെന്നില്ല. അതുപോലെ ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടില്ല എന്ന് കരുതി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടുകയും ചെയ്യും അതുപോലെ കിട്ടാതിരിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് കരുതി പ്രത്യേകിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ട. കാരണം ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷനൊന്നും കിട്ടില്ല. അതിനുശേഷം നിങ്ങൾക്ക് പിന്നീട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സമയത്ത് മാത്രമാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയും അതുപോലെ തന്നെ പിന്നീട് ഫീ പേയ്മെൻറ്റ് ചെയ്ത് ആ ഒരു സീറ്റ് കൺഫേം ചെയ്യുകയും അതുപോലെ തന്നെ പിന്നീട് മാത്രമാണ് അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് നിങ്ങൾക്കൊരു കോളേജ് താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത് ആ ഒരു സീറ്റ് കൺഫേം ചെയ്ത് ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനൊക്കെ സാധിക്കുക. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് താല്പര്യമില്ലാതെ ഏതെങ്കിലും കോളേജ് ഉണ്ടെങ്കിൽ മാത്രം ഒഴിവാക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ട് ഏതെങ്കിലും കോളേജ് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഓപ്ഷൻ്റെ സ്ഥാനം റീഅറേഞ്ച്മെൻറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക. ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയതുകൊണ്ട് പ്രത്യേകിച്ച് അഡ്മിഷനൊന്നും കിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഇപ്പോൾ നൽകുന്ന ഓപ്ഷനുകൾ പരിഗണിച്ചുകൊണ്ടാണ് ആദ്യത്തെ 1, 2, 3 അലോട്ട്മെൻറ്റുകൾ നടത്തപ്പെടുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ അഡ്മിഷൻ നേടുമെന്നുറപ്പുള്ള ഏതൊരു കോളേജും കോഴ്സുകളും ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾ ആ ഒരു സീറ്റ് കൺഫേം ചെയ്യാനായിട്ട് ഫീ പേയ്മെൻറ്റും ടോക്കൺ ഫീ പേയ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ അടയ്ക്കേണ്ടതായിട്ടും അതുപോലെ വേണ്ടത് ഹയർ ഓപ്ഷൻസൊക്കെ റിമൂവ് ചെയ്യേണ്ടതായിട്ടും ഉള്ളത്. ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കിപ്പോൾ ഒരു 100 ഓപ്ഷനുകൾ നൽകും. നിങ്ങൾക്കിപ്പോൾ ലഭിച്ച ഓപ്ഷൻ എന്ന് പറയുന്നത് 10ാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിലും പിന്നീട് അടുത്ത ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും നിങ്ങളുടെ ഈ 1 മുതൽ 100 വരെയുള്ള ഓപ്ഷനുകളെ പരിഗണിക്കപ്പെടും. കാരണം ഇതൊരു ട്രയൽ അലോട്ട്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ ശേഷം ആ ഒരു കിട്ടിയിട്ടുള്ള ഓപ്ഷൻ്റെ താഴെയുള്ള മറ്റു ഓപ്ഷനുകൾ റിമൂവ് ചെയ്യപ്പെടാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതൊരു ട്രയൽ അലോട്ട്മെൻറ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് നിങ്ങൾക്ക് വേണ്ട പുതുതായിട്ട് ഏതെങ്കിലും കോളേജ് ആഡ് ചെയ്യണമെങ്കിൽ ആഡൊക്കെ ചെയ്തു കൊടുക്കാവുന്നതാണ്. അതുപോലെ ഓപ്ഷൻസ് റിമൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, റീഅറേഞ്ച്മെൻറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതുവരെ ഓപ്ഷൻ നൽകാത്ത വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകൾ ആഡ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന ശേഷം ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ട്രയൽ അലോട്ട്മെൻറ്റിൽ ഇഷ്ടപ്പെട്ട കോളേജ് കിട്ടിയിട്ടില്ല എന്ന് കരുതി പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇഷ്ടപ്പെട്ട കോളേജുകൾ മുൻഗണനാക്രമത്തിൽ നിങ്ങൾ ജസ്റ്റ് അത് റീഅറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുവരെ ഓപ്ഷൻ നൽകാത്ത വിദ്യാർത്ഥികൾ ഓപ്ഷനുകൾ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.